2015-ലാണ് പിതാവായ കറുപ്പയ്യെ ആനന്ദരാജ് തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. ഈ കേസിൽ ജയിലിലായിരുന്ന പ്രതിക്ക് കോടതി പിന്നീട് ജാമ്യം അനുവദിച്ചു. ജാമ്യത്തിലിറങ്ങിയ പ്രതി തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലെത്തുന്ന പ്രതി മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. 2018-ൽ പ്രദേശവാസിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത ശേഷവും ഇയാൾ തമിഴ്നാട്ടിലേക്ക് കടന്നിരുന്നു. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാറത്തോട്ടിൽ വീണ്ടും എത്തിയ പ്രതി അയൽവാസിയായ ഈശ്വരനെ വീട്ടിൽ കയറി കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഈ കേസിലാണ് വീണ്ടും ആനന്ദരാജ് പിടിയിലാകുന്നത്. ഉടുമ്പൻചോല പോലീസ് മധുരയ്ക്ക് സമീപം കല്ലുവെട്ടിയിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. നെടുങ്കണ്ടം, ശാന്തൻപാറ, ഉടുമ്പൻചോല, രാജാക്കാട് പോലീസ് സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ നിരവധി കേസുകളുണ്ട്. പോലീസ് അന്വേഷിച്ചു ചെല്ലുമ്പോൾ സ്ഥലത്തു നിന്നും മുങ്ങുന്നതാണ് ഇയാളുടെ രീതി. ഈശ്വരൻ ഇയാളെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും അതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ പിതാവിനെ കൊന്ന കേസിലെ പ്രതിയാണ്. 2018-ൽ പാറത്തോട് ശിങ്കാരിക്കണ്ട ഭാഗത്ത് വെച്ച് ഇദ്ദേഹത്തിൻ്റെ പിതാവ് കറുപ്പയ്യ എന്നയാളിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയും നിലവിൽ അതിലെ ഒളിവിലാണ്. പ്രതിയെ പാറത്തോട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അയൽവാസിയെ ആക്രമിക്കാൻ ഉപയോഗിച്ച കത്തി പ്രതിയുടെ വീടിന്റെ പിൻഭാഗത്തു നിന്ന് കണ്ടെടുത്തു. പ്രതിയെ നെടുങ്കണ്ടം കോടതിയിൽ ഹാജരാക്കും.